പൂക്കോട് വെറ്റിനറി കോളേജിലെ ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വൈത്തിരി പഞ്ചായത്ത് അംഗം NK ജ്യോതിഷ് കുമാറിന്റെ മൊഴിയെടുക്കും. SFI പ്രവർത്തകർ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നു എന്ന് 24 എൻകൗണ്ടറിൽ ജ്യോതിഷ് കുമാർ ആരോപിച്ചു. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടാനാണ് പോലീസിന്റെ തീരുമാനം. ഹോസ്റ്റലിൽ 4 വാർഡന്മാരെ നിയമിക്കാൻ തീരുമാനമായി. CCTV ക്യാമറകളും സ്ഥാപിക്കും. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം. ഈ ഡീനും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സിദ്ധാർത്ഥൻ മരിച്ചു എന്ന് പറയുമ്പോൾ കൊലപാതകമാണ് എന്ന് തെളിയിക്കാതിരിക്കാൻ കൃത്യമായി കെട്ടിത്തൂക്കിയതിന് ശേഷം ഈ SFIയുടെ 2 പേർ ഇതിൻ്റെ അകത്ത് കയറി വാതിലടയ്ക്കുകയും പുറത്ത് നിന്ന് 5ഓളം SFIക്കാർ ചവിട്ടിപ്പൊളിച്ചാണ് അകത്ത് കയറിയെന്ന് വരുത്തി തീർത്തത്. ഇത് പറയുന്നത് അവിടെയുള്ള പല കുട്ടികളാണ്. സുർജിത് അയ്യപ്പത്ത് നമുക്കിപ്പം തത്സമയം ചേരുന്നു. NK ജ്യോതിഷ് കുമാറിൻ്റെ മൊഴിയുടെ പശ്ചാത്തലമായിരിക്കും സുർജിത് അയ്യപ്പത്ത് പറയുക. സുർജിത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വലിയൊരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം എൻകൗണ്ടറിൽ നടത്തിയത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഉത്തരവാദിത്വത്തോടെയാണോ അദ്ദേഹം ഇത് എൻകൗണ്ടറിൽ പറഞ്ഞത്? അദ്ദേഹത്തോട് സുർജിത്തിന് സംസാരിക്കാൻ കഴിഞ്ഞോ? SKN ഇന്നലെ എൻകൗണ്ടറിലാണ് ഇത്തരത്തിലൊരു വിവാദമായ പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതിൽ കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം 2 SFIക്കാർ ഈ മുറിക്കകത്ത് കയറി അതിനുശേഷം വാതിലടച്ചു, ഇതിനിടയിൽ കെട്ടിത്തൂക്കി, ഈ സിദ്ധാർത്ഥനെ കെട്ടിത്തൂക്കി, പുറത്തുനിന്ന് 5 പേർ ചേർന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ചു എന്നുള്ളതാണ്. അത് ചില കുട്ടികൾ പറഞ്ഞു എന്നുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. അത് ഏത് കുട്ടികളാണ് പറഞ്ഞത് എന്നുള്ള ചോദ്യമാണ് പോലീസ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. കാരണം അത്യന്തം ഗുരുതരമായ ആക്ഷേപം ആണ്. ഇത് ഏത് കുട്ടികൾ നടത്തി എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തിന് സമൂഹത്തോടു കൂടി പറയാൻ, അതായത് പോലീസിനോട്, അന്വേഷണ സംഘത്തോടു കൂടി പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഏത് കുട്ടികളാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വിശദീകരിക്കേണ്ടതുണ്ട്. അത്തരം ചോദ്യങ്ങളാണ് പോലീസ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമാവുന്നത്. കാരണം ഇതൊരു ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. പ്രത്യേകിച്ച് ഇത് ആത്മഹത്യയാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഫോറൻസിക് റിപ്പോർട്ടിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലേക്ക് പോലീസ് എത്തിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്കും ജ്യോതിഷിൽ നിന്ന് വിശദാംശങ്ങൾ തേടാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഹോസ്റ്റലിൽ ചില ക്രമീകരണങ്ങൾ വരികയാണ്. ഈ 6 ഹോസ്റ്റലാണ് പൂക്കോടുള്ളത്. ആ ഹോസ്റ്റലിലെല്ലാം തന്നെ കൂടുതൽ 4 വാർഡന്മാരെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. ഇനി തിരുവനന്തപുരത്തേക്ക്. അവിടെ ഇപ്പോഴും പ്രതിഷേധം നടക്കുകയാണ്. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ കൂടുതൽ ദുരൂഹത കുടുംബം ആരോപിക്കുന്നു. ഈ പ്രതികരണത്തിലേക്ക് നമ്മൾ പോകുന്നു. MG പ്രതീഷ് ചേരുന്നു. പ്രതീഷാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്, പ്രേക്ഷകർക്കറിയാം. ഗുഡ് മോർണിംഗ് പ്രതീഷ്, വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് SKN. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ കുടുംബം ഉന്നയിച്ചിരുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഡീൻ ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കിയെങ്കിലും ഇവരെ പ്രതി ചേർക്കണമെന്നും പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം അടക്കം ചേർക്കണമെന്നുമുള്ള ഒരു ആവശ്യത്തിലാണ് ഇപ്പോൾ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. സർക്കാരിൽ നിന്നൊരു അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ അതിനെ നിയമപരമായി സമീപിക്കുമെന്നതാണ് പ്രധാനമായും കുടുംബം പറയുന്ന കാര്യം. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് സെക്രട്ടേറിയറ്റിലാണ്. സെക്രട്ടേറിയറ്റിൽ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെയും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റുമാർ നടത്തുന്ന നിരാഹാര സമരം ഇന്ന് 3ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഷാഫി പറമ്പിൽ MLA അടക്കം ഇവിടെ ഉണ്ട്. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ആത്മഹത്യ എന്നൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പോകുന്നത്. അല്ല, പോലീസ് നേരത്തെ തീരുമാനിച്ചതാണല്ലോ. പോലീസിന്റെ നിഗമനങ്ങളല്ല, പോലീസിനും മുൻ ധാരണകളുണ്ടായിരുന്നു. പോലീസ് നേരത്തെ തീരുമാനിച്ചതാണ്. ഇത്രയും വലിയ മുറിവുകൾ ആ ശരീരത്തിൽ പറ്റിയതിനെ സംബന്ധിച്ച് ഇന്ന് ഓരോ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്നത്, ഞാൻ ചോദിക്കുന്ന ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെച്ചിട്ട് എടുക്കേണ്ട കേസുകൾ പോലും ഈ പോലീസ് എടുത്തിട്ടില്ല. ഇപ്പൊ പോലീസിന് ഇതിന് SFIയെ റെസ്പോൺസിബിൾ ആക്കി മാറ്റാൻ പാടില്ല എന്നുള്ള ഡയറക്ഷൻ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതാണല്ലോ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇതിനെ ഒന്ന് അപലപിക്കാത്തത്, ഒന്ന് വാ തുറന്നൊരു വിമർശനം നടത്താത്തത്, ഇതിനെ ഒന്ന് തള്ളി പറയാത്തത്, ഇതിനെ ഗവൺമെന്റ് ഓൺ ചെയ്യുന്നില്ല എന്നുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ മുഖ്യമന്ത്രി മടിക്കുക. ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇല്ല. അപ്പം പോലീസിന്റെ കള്ളക്കളികൾ വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ സ്ലോ മോഷനും, അവിടെ കോതമംഗലത്ത് സമരം നടന്നപ്പോൾ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് ഫാസ്റ്റ് ഫോർവേഡുമായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി മരപ്പട്ടിയുടെ മൂത്രം വീഴാതെ നോക്കിയാൽ മാത്രം പോരാ. നാട്ടിലെ ജനങ്ങളുടെ ചോരയും ജീവനും നഷ്ടപ്പെട്ടു പോകുന്നത് മുഖ്യമന്ത്രി നോക്കണം.
അപ്പൊ അത് മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡാണ് പോലീസിന്. SFIക്കാരെ റെസ്പോൺസിബിൾ ആക്കരുത് എന്നുള്ളതാണ്. പക്ഷെ സത്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് ഈ സമരത്തിന്റെ ആവശ്യം. ഈ ഡീനിനെ പോലും പുറത്താക്കിയത് ഈ സമ്മർദ്ദത്തിന്റെ ഒടുവിലല്ലേ? അതുകൊണ്ടാണ് സമരം തുടരാൻ അവർ തീരുമാനിക്കുന്നത്. തിരുവനന്തപുരത്തെ സമരപന്തലിൽ നിന്ന് ഷാഫി പറമ്പിൽ സംസാരിക്കുന്നത്. MG പ്രതീഷാണ് നമുക്കൊപ്പം ചേർന്നത്. രമ KP പറഞ്ഞു സാറിൻ്റെ കുഞ്ഞുങ്ങളെ വിഷ് ചെയ്തില്ല. രമ വിഷ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുള്ളതാണ്, അല്ല മനഃപൂർവ്വമല്ല. കുട്ടികൾക്ക് എല്ലാവിധമായ ആശംസകളും, മാത്രമല്ല ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസ.